തന്നെ ഒരു പീറ കമ്പനിയുടെ പിന്നെ എന്താ PRO എന്നൊക്കെ ആക്ഷേപിക്കുക. പീറ കമ്പനി ഞാൻ പറഞ്ഞില്ല, താങ്കളുടെ ഉള്ളിൽ കിടക്കുന്നതാണ് പീറ കമ്പനി. ഇതൊക്കെ എന്ത് സംവാദ സാർ? പീറ കമ്പനി ഞാൻ താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബോധ്യം അങ്ങ് പുറത്തു വന്നതാണ് പീറ കമ്പനി. ഞാനത് പറഞ്ഞില്ല. ഹാഷ്മി, ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി ഇവിടെ ഇത്രമാത്രം വികാരഭരിതനാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇപ്പൊ കാരണം എന്താ? ഇപ്പൊ എക്സാലോജിക് കമ്പനി, ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെയാണ്, നമുക്കറിയാം. ഈ കമ്പനിയെക്കുറിച്ച് ഇത്ര നാൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുകളിലായി IT സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ട് വന്നതിന് ശേഷവും അല്ലാതെയും വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഈ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഇതേവരെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്ന് ഈ സേവനങ്ങളാണ് ഞങ്ങൾ CMRL കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, പത്രക്കുറിപ്പ് മതി. യഥാർത്ഥ പ്രശ്നം അതാണ്. ഒരു വാർത്താക്കുറിപ്പ് മതി. എക്സാലോജിക് കമ്പനിയുടെ ഒരു വാർത്താക്കുറിപ്പ് മതി. ഈ പറയുന്ന കാര്യങ്ങൾക്ക് അസംബന്ധമാണ് ഒറ്റ ഒരു വാർത്താക്കുറിപ്പ് അതെങ്കിലും മതി എന്നത് മാത്രം. അത് മാത്രമല്ല ഹാഷ്മി, ഈ പത്രക്കുറിപ്പ് ഇറക്കാത്തതിന് പുറമെ CPM-ന്റെ നേതാക്കന്മാർ ദിനം പ്രതി ആവേശത്തോടു കൂടി ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ വാക്ക് കടമെടുത്താൽ ഈ കേരളത്തിലെ ഒരു പീറ കമ്പനിക്ക് വേണ്ടി, ഒരു പീറ സോഫ്റ്റ്വെയർ കമ്പനിക്ക് വാദമുഖങ്ങൾ നിരത്താൻ കഴിഞ്ഞ 6 മാസമായി കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ വരിയായി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവരെ PRO എന്നല്ലാതെ പിന്നെ വേറെ ഏതെങ്കിലും പദം വിളിക്കാനുണ്ടോ ഹാഷ്മി? ഇനി അത് മാത്രമല്ല, ഇപ്പോൾ AD മുസ്തഫയ്ക്ക്, പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് വികാരഭരിതനായല്ലോ. ശ്രീ മുസ്തഫ, താങ്കൾ ഇത്രയേറെ വികാരഭരിതനായി എന്നുണ്ടെങ്കിൽ താങ്കൾ പീറ കമ്പനി എന്ന് വിളിച്ച ആ കമ്പനിയുടെ ആദ്യത്തെ അഡ്രസ്സ് എവിടെയായിരുന്നു എന്ന് താങ്കൾക്കറിയാമോ? നിങ്ങളൊക്കെ ഇപ്പോൾ ന്യായീകരണമായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറിയും പാർക്കുന്ന ഫ്ളാറ്റിന്റെ അഡ്രസ്സാണ് എന്ന് ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഹാഷ്മി. ഈ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. പ്രിയപ്പെട്ട ഈ മുസ്തഫയ്ക്കൊക്കെ എന്തെങ്കിലും അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം CPM-നെ ചോദ്യം ചെയ്യും മുസ്തഫ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകള് ഒരു വട്ട കമ്പനി, ഒരു കറക്ക് കമ്പനി, താങ്കളുടെ ഭാഷയിൽ ഒരു പീറ കമ്പനി തുടങ്ങിയിട്ട് ആ പീറ കമ്പനിക്ക് നിങ്ങളൊക്കെ വെയിലും മഴയും കൊണ്ട് നിങ്ങളുടെ ചോരയും നീരുമാക്കിയ AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്ത് അവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ചിട്ട് ആ പാർട്ടിയിൽ ഉള്ളിൽ ചോദ്യം ചെയ്യാനാവാതെ ഈ ചാനലിന് മുമ്പിൽ വന്ന് വികാരഭരിതനായിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇനി അത് മാത്രമല്ല, ഇവിടെ എത്ര കാലമായി നമ്മൾ ചോദിക്കുന്നു, ഒരൊറ്റ ചോദ്യമല്ലേ ഉള്ളൂ ഹാഷ്മി. എക്സാലോജിക് കമ്പനി CMRL-മായി ഒരു കരാറുണ്ടാക്കി, ശരി, സമ്മതിച്ചു. ആ കരാറിൽ എന്ത് സേവനമാണ് കൊടുത്തത്? നമ്മുടെ ചോദ്യമേ ഇതേ ഉള്ളൂ. ആ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റേ എക്സാലോജിക് കമ്പനിയും CMRL കമ്പനിയും തമ്മിലുള്ള കരാറ്, CMRL കമ്പനിയുടെ ഓഫീസിന്റെ ചില്ലിൽ MS വിൻഡോസ് പതിക്കാൻ വേണ്ടി അവർ കരാറെടുത്തുവെന്നും അതുപോലെ തന്നെ പവർ പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ കോൺട്രാക്ട് കൊടുത്തുവെന്നും എക്സൽ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ പേപ്പർ മേടിച്ചുവെന്നും ഒക്കെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ വക്താക്കന്മാർ വന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉടമസ്ഥർ പറയട്ടെ എന്താണ് ഇവർ CMRL-ന് കൊടുത്ത സേവനം. അപ്പോൾ ആ സേവനം കൊടുക്കുമ്പോൾ തന്നെ വേറെ ഒരു പ്രശ്നമുണ്ട്, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. കാരണം എന്താ? KICDCക്ക് കൂടി ഓഹരിയുള്ള CMRL-ൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കരാർ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ആ വിഷയമാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. ഒന്ന്, എന്തായാലും സേവനം എന്നുള്ളത് ഇതേവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. രണ്ട്, മുഖ്യമന്ത്രി മക്കൾ ഇതിനകത്ത് എന്താണ് നടന്നത് എന്നതിനെ പറ്റി ഒരു വിശദീകരണം നൽകാൻ ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ വി സതീശൻ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ROC തന്നെ ഇപ്പൊ ബഹുമാനപ്പെട്ട BJ പാർട്ടിയുടെ നേതാവായ ബഹുമാനപ്പെട്ട ശ്രീ പത്മനാഭൻ ഇവിടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ EDയോ CBIയോ അന്വേഷിക്കണം, ഇതിൽ PMLA ആക്ട് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതോ കമ്പനി ഡയറക്ടറെ കൊണ്ട് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിക്കാൻ ഉത്തരവിട്ട BJ പാർട്ടിയുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾ ശ്രീ വി സതീശൻ ഇന്ന് ഉന്നയിച്ച കാര്യം, ജ്യോതി ബസുവിന്റെ പേരിലുള്ള ഒരു സ്റ്റഡി സെന്റർ ഉദ്ഘാടനം ആരൊക്കെയാണ് നടത്തുന്നത്? സീതാറാം യെച്ചൂരി ഉൾപ്പെടെ, ബിമൻ ബോസ് ഉൾപ്പെടെ CPM നേതാക്കൾ പറമ്പിലെ കള്ളനെ പിടിക്കുമ്പോൾ കള്ളൻ കൈകൂപ്പി നിൽക്കുന്ന ചിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി P രാജീവ് മാത്രം പോകേണ്ട ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി തന്നെ ഇത്ര വലിയ കേന്ദ്ര വിരുദ്ധതയും RSS വിരുദ്ധതയും മോദി വിരുദ്ധതയും പറയുന്ന CPM-ന്റെ മുഖ്യമന്ത്രി
പോയി കൈകുപ്പി പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഞാൻ അടുത്തൊരു ദിവസം പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും സാങ്കേതിക പ്രശ്നത്തിൽ തട്ടി ഒന്നും കാര്യമായി ഒന്നും അവർ പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ പിടിച്ചപ്പോഴോ അവരാരും കൈകുപ്പി വെക്കാൻ ഇവിടെ പോയിട്ടില്ല.